ല്ല വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇദ്ലു ഹുവ അഖറബു ലിത്തഖ്വ. അല്ലാഹു പഠിപ്പിച്ചു, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം, ആ സമൂഹത്തോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു സമൂഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിദ്വേഷമുണ്ട് എന്ന് കരുതി അവരുടെ അഭിമാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ, അവരുടെ ആരാധനാലയം തകർക്കുന്ന പ്രവർത്തനം ഉണ്ടായിക്കൂടാ, അവരുടെ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ. അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ പ്രവാചകന് ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ പോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അനുചരന്മാർക്ക് സംശയമുണ്ടായി, എന്തിനൊരു ജൂതന്റെ മയ്യത്ത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനുഷികത്തിന് നൽകുന്ന സന്ദേശം അതൊരു മനുഷ്യന്റേതല്ലേ എന്നാണ്. അതേ, ഒരു മനുഷ്യന്റെ ഇതല്ലേ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ അനുചരന്മാർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്? തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഭീകര പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സഹായം നൽകാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇല്ല, കഴിയില്ല. ഒരു യഥാർത്ഥ മുസൽമാന് സാധിക്കില്ല. തൗഹീദിന്റെ യഥാർത്ഥ മാധുര്യം അനുഭവിച്ച ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം, ഒരു അവിവേകം ഉണ്ടാവുകയേ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, നാം മുസ്ലിം സമൂഹം പരമകാരുണികനായ അല്ലാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകി കാരുണ്യം ചൊരിഞ്ഞൊരു സമൂഹമാണ് നമ്മുടേത്. ഈ സമൂഹത്തിന്റെ സവിശേഷതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. തീവ്രമായ നിലപാടുകൾ അവരിൽ ഉണ്ടാവില്ല. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നിലപാടുകൾ പലപ്പോഴും തീവ്രവാദത്തിന്റേതായിരുന്നു. കാരണം മതം പഠിപ്പിക്കുന്ന റൂട്ടിൽ നിന്നുകൊണ്ട് ആരാധനകൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. മതം പഠിപ്പിച്ചതിനിപ്പുറമോ നിന്നുകൊണ്ട് ആരാധനകളിൽ തീവ്രവാദം കാണിച്ചവരായിരുന്നു ആ സമൂഹമെന്ന് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ലോകത്തിന് അല്ലാഹു നൽകിയ വലിയൊരു സന്ദേശം, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല, പരിധി വിട്ടു പോവാൻ പാടില്ല. ദീനിന് ഒരു റൗണ്ട് ഉണ്ട്, ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ തന്നെ അനശ്വരമായ സ്വർഗം നേടാൻ സാധിക്കും. നിങ്ങൾക്ക് മതം പഠിപ്പിക്കാനായി അല്ലാഹു പറഞ്ഞയച്ച ലോകത്തിന്റെ പ്രവാചകന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ വിമലീകരിച്ചാൽ സ്വർഗത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആവേശത്താൽ ദീനിൽ ഇസ്ലാമിൽ പലതും കടത്തിക്കൂട്ടുകയും പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നിഗൂഢമായ മതപ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതം സുതാര്യമാണ്. മതം ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങളാണ് മതം പഠിപ്പിക്കുന്നത്. ഒരിക്കലും നിഗൂഢതയുടെ ആശയങ്ങള്, ഇരുളിന്റെ ആശയങ്ങള്, ഒരു ഇരുളി മാതിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇസ്ലാം സുതാര്യമാണ്. സുതാര്യമായ ആശയങ്ങള് പലപ്പോഴും നമ്മുടെ മതപ്രവർത്തനങ്ങൾ നിഗൂഢതയിലേക്ക് മാറാൻ, അദാര്യതയിലേക്ക് നീങ്ങാനുള്ള കാരണമെന്താണ്? യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഇത്തരം അദാര്യ പ്രവർത്തനങ്ങളുടെ, സുതാര്യതയില്ലാത്ത പ്രവർത്തനങ്ങളുടെ വേരന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. തീവ്രവാദത്തിന്റെ വേരന്വേഷിച്ചു പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ലോകത്തിന്റെ പ്രവാചകന് ഹുനൈൻ യുദ്ധം കഴിഞ്ഞിങ്ങനെ ഗനീമത്ത് സ്വത്തുക്കള് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മനസ്സിൽ രോഗമുള്ള ദുൽഖുവൈസിറത്തു തമീമി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ മുഖത്തു നോക്കി പറഞ്ഞു, യുഇദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണം, മുഹമ്മദേ നീ നീതി കാണിക്കണം, ഗനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുന്നതിൽ നീ അനീതിയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് ദുൽഖുവൈസിറത്തു തമീമി പറഞ്ഞപ്പോ അത് പ്രവാചകന്റെ സ്നേഹം ഏറ്റുവാങ്ങി, പ്രവാചകന്റെ നോടുള്ള സ്നേഹം നെഞ്ചിലേറ്റിയ സ്വഹാബക്കൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകന്റെ അനുചരന്മാർ അദ്ദേഹത്തോട് കയർക്കാൻ തുടങ്ങി. ഇല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു സന്ദേശം അപ്പോൾ നൽകുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ദഉ ഫഇന്ന ലഹു അസ്ഹാബൻ യഹ്ഖിറു അഹദുകും സ്വലാതഹു മഅ സ്വലാതിഹിം,
وصيامه مع صيامهم يقرؤون القرآن لا يجاوز تراقيهم يمرقون من الدين كما يمرق السهم من الرمية. പ്രവാചകൻ പറഞ്ഞു, അവനെ വിട്ടേക്കുക, അവനെ നിങ്ങൾ അവന്റെ പാട്ടിന് വിട്ടേക്കുക. അവന് ഇനിയും അനുയായികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. എന്തായിരിക്കും അനുയായികളുടെ സവിശേഷത? ആരാധനാ കർമ്മങ്ങളില് അവർ ഔത്സുക്യം കാണിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ആരാധനയും അവരുടെ ആരാധനയും തട്ടിച്ചു നോക്കുമ്പോ നിങ്ങളുടെ ആരാധന ഒന്നും ആവൂല. നമസ്കാര തഴമ്പുള്ളവരായിരിക്കും അവര്. നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും താരതമ്യം ചെയ്തു നോക്കുമ്പോ നിങ്ങളുടെ നോമ്പൊന്നും ഒന്നുമല്ല. അങ്ങനെ ഉള്ള ഒരു സമൂഹം വരുമെന്ന് ലോകത്തിന്റെ പ്രവാചകന് താക്കീത് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ ആ വിശുദ്ധ ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കാത്തവരാണവർ. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയില്ല. അവര് മതത്തിൽ നിന്ന് പുറത്തു പോകും. ഇതുപോലെ ഒരു അമ്പ് ഒരു മൃഗത്തിൽ തുളച്ച് ആ അമ്പ് മൃഗത്തിൽ തുളച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ ദീനിന്റെ സർക്കിളിൽ വന്നുകൊണ്ട് അവര് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നിനക്ക് കാണാമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, തീവ്രവാദത്തിന്റെ തുടക്കം അന്വേഷിക്കുമ്പോ നമുക്ക് അവിടെയാണ് എത്തിപ്പെടാൻ സാധിക്കുന്നത്. അങ്ങനെ കാലം കഴിഞ്ഞു. പിന്നീട് നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ആരാധനയിലുള്ള തീവ്രവാദങ്ങൾ. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ വേണ്ടി കല്ലുകൾ ഒരുമിച്ച് കൂട്ടി പള്ളിയിൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും അതുപോലെ അൽഹംദുലില്ലയും ഒക്കെ എണ്ണാൻ വേണ്ടി അവർ കൊച്ചു കൊച്ചു കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ പ്രവാചകന്റെ ശിക്ഷണം ലഭിച്ച സ്വഹാബാക്കൾ ആ മനുഷ്യരോട് ചെന്ന് പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, ഇങ്ങനെ ഒരു സംഭവം ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചിട്ട് അധിക സമയമായിട്ടില്ലല്ലോ. പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. പ്രവാചകന്റെ വസ്ത്രങ്ങൾ തുരുമ്പിപ്പോയിട്ടില്ല. പ്രവാചകൻ മരിച്ചിട്ട് നാളുകൾ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ദീനിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തിരികെ കയറ്റുകയാണോ എന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ ശിക്ഷണം ലഭിച്ച സ്വഹാബാക്കള് പള്ളിയിൽ വട്ടമിട്ടിരുന്നു കൊണ്ട് ദിക്ർ ഹൽക്ക നടക്കുന്ന മനുഷ്യരോട് ചോദിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വഹാബത്തിന്റെ ദീനിനോടുള്ള പ്രതിബദ്ധതയാണ്. ദീനിൽ നിന്ന് അല്പം പിഴച്ചു പോകുമ്പോ അവർക്കുണ്ടായിരുന്ന വിഷമമാണ് നമുക്കിതിലൂടെ വായിക്കാൻ സാധിക്കുന്നത്. ഈ ദീർഘമായ ഹദീസ് ഉദ്ധരിക്കുന്ന അംർ ബിൻ സലമ പറയുകയാണ്, ഇങ്ങനെ വട്ടമിട്ടിരുന്ന മുഴുവൻ മനുഷ്യരെയും പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഖവാരിജുകളുടെ പാളയത്തിലാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ ശിക്ഷണം ലഭിച്ച ആളുകള് പിന്നീട് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ തീവ്രവാദത്തിന്റെ വേരുകൾ അന്വേഷിക്കുമ്പോ നമുക്ക് ഇവിടെയാണ് എത്തിപ്പെടാൻ സാധിക്കുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പല ഫിത്നകളുമായിട്ട് പലരും രംഗത്ത് വരാൻ തുടങ്ങി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമെത്തിയപ്പോഴേക്കും ദീനുൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഹിഡൻ അജണ്ടകളുമായി ജൂതന്മാർ അവരുടെ പ്രവർത്തനത്തിന് കളമൊരുക്കി കഴിഞ്ഞിരുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നതിലേക്കാണ് അത്തരം പ്രവർത്തനങ്ങൾ നീങ്ങിയത്. അബ്ദുല്ലാഹ് ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതന് ഒരുപാട് ആശയങ്ങളുമായി കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഒളിയ അജണ്ടകളുമായി രംഗപ്രവേശം ചെയ്തു. പല കുശുകുശുപ്പുകളും നടത്തി. പല ആളുകളെയും അദ്ദേഹത്തിന്റെ പാളയത്തിലേക്ക് ചേർക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം അവസാനിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഫിത്നയുടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നു. ഫിത്നയുടെ ആളുകൾ പല കോലത്തിലും ഭാവത്തിലും പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് സിഫീൻ യുദ്ധാവസരം ഉണ്ടാകുന്നത്. സിഫീൻ യുദ്ധാവസരത്തില് മഹാനായ അലി റളിയല്ലാഹു അൻഹുവും മുആവിയയും പ്രശ്നങ്ങൾ രൂക്ഷമായ സന്ദർഭത്തില് ഇരു കക്ഷികളിൽ നിന്നും ഈ സമാധാനത്തിന് വേണ്ടി സന്ധിക്ക് വേണ്ടി ഒരു ടീമിനെ രൂപപ്പെടുത്താമെന്നുള്ളൊരു ആശയം വന്നപ്പോ യഥാർത്ഥ ഖവാരിജുകൾ അവിടെ രംഗപ്രവേശം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനുഷ്യർക്ക് വിധിക്കാനുള്ള അവകാശമില്ല. ഇരു കക്ഷികളിൽ നിന്നും വിധിക്കാനുള്ള അവകാശവുമായിട്ട് നിങ്ങൾ പല ആളുകളെയും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് പറ്റില്ല. വിധിക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന ആശയം ആദ്യമായി അവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ ബാതിൽ. എത്ര സുന്ദരമായ
സുന്ദരമായ പദം, വിധിക്കാനുള്ള അവകാശം അല്ലാഹുവിനാണ് എന്ന് പറയുന്നത് എത്ര സുന്ദരമായ പദം. പക്ഷേ ഒരു ഗൂഢോദ്ദേശമാണല്ലോ ഈ വാക്കുകളുടെ പിന്നിലെന്ന് അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് ഹാക്കിമിയത്തുള്ള എന്ന സന്ദേശം, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന സന്ദേശം പിന്നീട് ഷിയാക്കൾ ഏറ്റെടുക്കുകയും ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടന്നിരുന്ന ജൂതന്മാർക്ക് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആശയത്തിന്റെ പ്രചാരണത്തിലൂടെ ജൂതന്മാർക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു സബഅ ഉണ്ടാക്കിയ നെറ്റ്വർക്ക് അപ്പോഴേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. കാരണം ഇസ്ലാമിനെ ജൂതന്മാർക്ക് തകർക്കേണ്ടതുണ്ട്. കാരണം ജൂതന്മാർക്ക് ഇസ്ലാം തകർന്നു കാണണമെന്നത് വല്ലാത്തൊരു ആഗ്രഹമാണ്. കാരണം ജൂതന്മാരുടെ നട്ടല് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു. ഖൈബറിൽ അവർക്ക് എമ്പാടും പലിശ കിട്ടാനുണ്ടായിരുന്നു. അതുപോലെ യസ്രിബിൽ അവർക്ക് എമ്പാടും പലിശയും കൈക്കൂലിയും കിട്ടാനുണ്ടായിരുന്നു. ഇസ്ലാം വന്ന് മദ്യം നിരോധിച്ചപ്പോ, ഇസ്ലാം വന്ന് പലിശ നിരോധിച്ചപ്പോ, ഇസ്ലാം വന്നുകൊണ്ട് കൈക്കൂലി നിരോധിച്ചപ്പോ അവർക്ക് ആകെക്കൂടെ ഒരു ബേജാറ്.